ഇങ്ങനെ ഒരു സംഭവം കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. അതും ബിന്നി ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു കഥാപാത്രം. ഇന്ന് ദുർഗാകൃഷ്ണയാണെങ്കിൽ അന്ന് ബിന്നി ആയിരുന്നു. മരണ വീട്ടിൽ പോയി എങ്ങനെ പെരുമാറണം എന്നറിയാൻ പാടില്ലാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇത് ശ്രീനിയേട്ടൻ്റെ മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ദുർഗാകൃഷ്ണയുടെ പിക്ചറാണ് അല്ലെങ്കിൽ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ അവിടെ ചിരിച്ചിരിക്കുന്നു എന്നൊക്കെ. ഒരു മരണ വീട്ടിൽ പോയി ചിരിക്കാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ല, അതൊരു ബേസിക് മര്യാദയാണ്. അവരത്രയും വിഷമിച്ച് നിൽക്കുകയാണ്. അവരുടെ കുടുംബത്തിലെ ഒരു നാഥനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിൽ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയി ദുർഗകൃഷ്ണൻ ഭയങ്കരമായിട്ട് തമാശ പറഞ്ഞ് ചിരിച്ചു എന്നല്ല പറയുന്നത്. മരണ വീട്ടിലാണെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലും നമുക്ക് ഒരുപാട് പരിചയക്കാരുണ്ടാവും. പരിചയക്കാർ വരും, നമ്മളെ കാണുമ്പോൾ അവർ ചിരിക്കും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. പക്ഷേ ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് അവിടെ പോയിട്ട് അവർ ചിരിക്കുമ്പോൾ അത് ഓരോ മീഡിയാസ് എടുത്തിട്ട് വൈറലാക്കും. അപ്പോൾ നമ്മളെപ്പോലുള്ളവർ അത് റിയാക്ട് ചെയ്യും. മരണ വീട്ടിൽ പോയി ചിരിക്കാൻ പാടില്ല നിയമമൊന്നുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബേസിക് മര്യാദയാണ്. നമ്മൾ ഇപ്പോൾ കുറേ പേര് ചോദിക്കും, പിന്നെ ഇങ്ങോട്ട് ചിരിച്ചു വന്നാൽ പിന്നെ നമുക്ക് ചിരിക്കാൻ പാടില്ല എന്ന് ചോദിക്കും. മരണ വീടാണ്, അപ്പോൾ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ നമ്മളെ പരിചയക്കാർ കണ്ടു, നമ്മൾ അങ്ങനെ ചിരിക്കണം എന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക, കൈമ പൊക്കി കാണിക്കുക, അത് മതി. അത് കഴിഞ്ഞിട്ട് അവരെ വിളിച്ച് പറഞ്ഞാൽ മതി എന്തുകൊണ്ട് ചിരിച്ചില്ല എന്നുള്ളത്. ആരും കുറ്റം പരാതിയും പറയാൻ പോണില്ല. കല്യാണ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അത് ജാട, അഹങ്കാരം എന്നുള്ളവരൊക്കെ ലേബിൾ നമുക്ക് വരും. അതേസമയം മരണ വീട്ടിൽ പോയിട്ട് ചിരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിലേഷനും തകരില്ല. അതൊക്കെ ഒരു ബേസിക് മര്യാദയാണ്. ഇത് കുറച്ച് നാൾക്ക് മുമ്പ് അംബിക ചേച്ചിയുടെ അമ്മ മരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ബിന്നി പോയി. ബിന്നി ചിരിച്ച് ഡെഡ് ബോഡി കണ്ടു, മുഖമൊക്കെ പൊത്തി ചിരിച്ച് വന്നു. ആ ചിരിയും ഈ ചിരിയും വ്യത്യാസമുണ്ട്. ഇതൊരു പരിചയക്കാരിയെ കണ്ടപ്പോൾ ഉള്ളൊരു ചിരി, അത് എന്തോ ഒരു തമാശ അവിടെ നടന്നപ്പോൾ ഉള്ളൊരു ചിരി. മരണ വീട്ടിൽ പോയി ബിന്നി ചിരിച്ചപ്പോൾ ഭയങ്കര പ്രശ്നം, ഇവർ ചിരിച്ചപ്പോൾ ദുർഗാകൃഷ്ണൻ ചിരിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന്. അങ്ങനെയല്ല, മരണ വീട്ടിൽ പോയി ചിരിച്ചാൽ അത് രണ്ട് ചിരിയും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ബിന്നി മരണ വീട്ടിൽ പോയി ബോഡി കണ്ട് ഇങ്ങനെ മുഖവും പൊക്കി പിടിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ദുർഗാകൃഷ്ണൻ അങ്ങനെയല്ല, ഒരു പരിചയക്കാരെ കണ്ടപ്പോൾ ഉള്ളൊരു ചിരിയാണ്. പക്ഷെ അതും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. മരണ വീട്ടിൽ പോയി നമുക്ക് ചിരിക്കണമെന്നൊന്നുമില്ല. മരണ വീട്ടിലും നമ്മൾ പോകുമ്പോഴും നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അവരെ കൈപൊക്കി കാണിക്കുക, അത് മതി. പലരും പറഞ്ഞു വരുന്നുണ്ട്, ദുർഗാകൃഷ്ണ ചിരിച്ചപ്പോൾ കുഴപ്പമില്ലേ, ബിന്നി ചിരിക്കുമ്പോഴാണോ പ്രശ്നം എന്ന്. ബിന്നി ചിരിച്ചതും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അത് ബിന്നിയുടെ ഇഷ്ടമാണ് ചിരിക്കണോ കരയണോ എന്നുള്ളത്. അത് ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു. എന്നാൽ ബിന്നി ചിരിച്ചപ്പോൾ നമ്മളെല്ലാവരും കയറി അങ്ങോട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ ദുർഗാകൃഷ്ണ ചിരിച്ചാലും റിയാക്ട് ചെയ്യണ്ടേ? അങ്ങനെ ബിന്നിനെ മാത്രം ആരും കുറ്റം പറയേണ്ട. അതാണ് ബിന്നിയും ദുർഗാകൃഷ്ണനും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതായത് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ഒരു വ്യക്തി, അതിൻ്റെ റേഞ്ച് ഒന്ന് വേറെയാണ്. ഇപ്പോൾ ദുർഗാകൃഷ്ണനെ ചിരിക്കാത്തതും ആരും അത്ര മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ബിന്നി ഒന്ന് ചിരിച്ചപ്പോൾ അത്രയും ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബിന്നിയുടെ ലെവലൊന്ന് വേറെയാണ്. ബിന്നിനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പേഴ്സണലി ആരോടും ദേഷ്യമില്ല. പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി ആരോടും ദേഷ്യമൊന്നുമില്ല. നടക്കുന്ന കാര്യങ്ങൾ പറയുന്നതെന്നുള്ളൂ. എന്നോട് കുറേ പേര് ചോദിച്ചു, ബിന്നിയുടെ പേഴ്സണൽ എനിക്ക് മെസ്സേജ് വന്നു പലരുടെയും. പക്ഷേ ബിന്നി എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്കില്ല. ബിന്നി അവിടെ കാട്ടിക്കുട്ടിയ ഓരോ കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ അത് മര്യാദക്കൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നു. നമുക്ക് യാതൊരു പ്രശ്നമില്ല. എന്നാൽ എനിക്ക് തോന്നി ബിന്നി ചിരിച്ചത് പ്രശ്നമാക്കിയിട്ടുണ്ടെങ്കിൽ ദുർഗാകൃഷ്ണൻ ചിരിക്കുന്നതും പ്രശ്നമാക്കണമല്ലോ എന്ന്. പ്രശ്നമല്ല, ഒന്ന് റിയാക്ട് ചെയ്യണം, ഒന്ന് പറയണമല്ലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ബിന്നിയുടെ റേഞ്ച് വേറെ, ദുർഗാകൃഷ്ണയുടെ റേഞ്ച് വേറെ എന്നുള്ളത്. അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, നമ്മൾ പ്രേക്ഷകർ ഏറ്റെടുത്ത ഷോ. ബിഗ് ബോസിൽ വന്ന ബിന്നിയാണെങ്കിലും ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ദുർഗാകൃഷ്ണയാണ്, രണ്ടും രണ്ടാണ് കേട്ടോ. രണ്ട് തരത്തിലുള്ള റേഞ്ചാണ്. അതുകൊണ്ടാണ് ബിന്നി എയറിൽ കയറിയ പോലെ മരണ വീട്ടിൽ പോയി ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ദുർഗാകൃഷ്ണ എയറിലാവാത്തതിൻ്റെ മെയിൻ റീസൺ. എന്തായാലും എനിക്കത് കണ്ടപ്പോൾ, എനിക്ക് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ക്ലിപ്പ് കിട്ടിയത്, എനിക്കത് കണ്ടപ്പോൾ റിയാക്ട് ചെയ്യണം തോന്നി. മരണ വീട്ടിൽ പോയ ബേസിക് മര്യാദയുണ്ട്, അതെങ്കിലും കാണിച്ചുകൂടെ അല്ലേ? ഇവരൊക്കെ ഇത്രയും വിഷമിച്ച് മരണ വീട്ടിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് നമ്മുടെ ധ്യാനിൻ്റെയാണ് കേട്ടോ. ധ്യാനിനെ നമ്മൾ പലപ്പോഴും പല ഇൻ്റർവ്യൂസിലും കണ്ടിട്ടുണ്ട്. ധ്യാൻ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ചിരിച്ചൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ധ്യാനിൻ്റെ പടമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒക്കെ പൊട്ടപ്പടങ്ങളൊക്കെ തന്നെയാണ്, അധികം വലിയതായിട്ടൊന്നും ഇല്ല ആളുടെ. പക്ഷേ എങ്കിലും നമുക്ക് എല്ലാവർക്കും ധ്യാനിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആളുടെ മനസ്സിൽ ഒരു മറയില്ല. ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ കുടുംബത്തെ എല്ലാ സെലിബ്രിറ്റീസും ചെയ്യുന്ന പോലെ തന്നെ അടക്കി പിടിക്കാൻ പലയിടങ്ങളിലും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ആ വാതിലെല്ലാം തുറന്ന്
തൻ്റെ തുറന്ന ഒരു പുസ്തകമാണ് ബാക്കി മാറ്റിയത്. ശ്രീനിവാസൻ അല്ലെങ്കിൽ ശ്രീനേട്ടൻ്റെ വീട് തുറന്ന പുസ്തകമായി നമ്മുടെ മുന്നിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ധ്യാനിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല. ധ്യാനാണ് എല്ലാം വിളിച്ച് ചേട്ടനെയും അച്ഛനെയും എല്ലാവരും തുറന്ന് നമ്മളിലേക്ക് എത്തിച്ചത്, കാണിച്ചത്. പലപ്പോഴും ധ്യാനും ശ്രീനിവാസനും തമ്മിലുള്ള ആ ഒരു സ്വരച്ചേർച്ചയാണെങ്കിലും അവരുടെ ക്ലാഷും അവരുടെ വഴക്കും അവരുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളെപ്പോലെ എല്ലാ കുടുംബത്തും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മീഡിയയിൽ വന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് ധ്യാൻ എത്തുമ്പോൾ എത്ര സങ്കടമുള്ള സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് മൈൻഡൊന്നും നമ്മുടെ ഓക്കെ ഇല്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ അവിടെ വന്നിരുന്ന് ധ്യാനിൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിൽ കണ്ടിരിക്കും. കാരണം നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ആൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും. അത് തന്നെയാണ് മറ്റുള്ളവരിൽ നിന്നും ധ്യാൻ വ്യത്യസ്തമായിരിക്കുന്നത്. ധ്യാനിൻ്റെ ഇൻ്റർവ്യൂ അത്രത്തോളം പ്രേക്ഷകർക്ക് മനസ്സിലുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ധ്യാൻ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എത്ര പട്ടപ്പടത്തിൽ ധ്യാൻ അഭിനയിച്ചാലും നമ്മളെല്ലാം പോകുന്നത്. ആ ധ്യാൻ നമ്മളൊക്കെ ഇത്ര ചിരിപ്പിച്ച ആ ഒരു ധ്യാൻ ആ മരണ വീട്ടിൽ തന്നെ പൊട്ടിക്കരയെന്ന് കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന മരണ വീട്ടിലെ ആ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ലൈവ് ഉണ്ടായിരുന്നു. പക്ഷേ ധ്യാനിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിൽ എന്തോ ഒരു വിഷമം തോന്നി. നമ്മുടെ കണ്ണിൽ നിന്ന് പോലും അറിയാണ്ട് വെള്ളം വരുന്ന ആ ഒരു രീതിയിലായിപ്പോയിട്ടോ. ഭയങ്കരമായിട്ട് നല്ലൊരു ഫാമിലി ആയിരുന്നു, നല്ലൊരു ഫാമിലി. അതിൻ്റെ അത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീനിയേട്ടൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല. നമ്മളിലേക്ക് കൂടുതൽ ആ ഒരു കുടുംബത്തെ അടുപ്പിച്ചത് ധ്യാൻ ശ്രീനിവാസനാണ്, അല്ല ധ്യാനാണ് എന്തോ. പിന്നെ എല്ലാവരും ഒന്നും പറഞ്ഞ ചടങ്ങില്ല, പക്ഷെ മഞ്ജു വാര്യർ വന്നില്ല. അതെന്തു പറ്റി ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷെ ഞാൻ കരുതി രാത്രിയൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചാക്കോച്ചനൊക്കെ രാത്രി വന്നിട്ടാണ് പോയത്. അപ്പോൾ അതേപോലെ മഞ്ജു വാര്യർ വന്നിട്ടുണ്ടാവുമെന്ന് കരുതി, പക്ഷേ വന്നിട്ടില്ലായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത്. എന്താണ് വരാണ്ടിരുന്നത്? ഒരുപക്ഷെ ഇതായിരിക്കാം. എനിക്കറിയാവുന്ന ദിലീപ് 1.5 കോടി രൂപ പോയിട്ട് 1.5 പൈസ പോലും ചിലവാക്കില്ല ഇങ്ങനത്തെ പരിപാടി കണ്ടിട്ട്. അതെനിക്ക് വിശ്വസിച്ചൂടെ. സത്യം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ശ്രീനിയേട്ടൻ്റെ അഭിപ്രായത്തോട് പറയുന്നത് അല്ലെങ്കിൽ അറിവാണ് പറയുന്നത്. ഇത് സത്യമാണോ അല്ലേ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നമുക്കൊന്നും തെളിവോ കാര്യങ്ങളോ നമ്മുടെ കയ്യിലില്ല. ഇന്നയാൾ കുറ്റക്കാരാണെന്ന് സ്ഥാപിക്കാൻ മാത്രമുള്ള തെളിവുകളോ കാര്യങ്ങളോ നമ്മുടെ കയ്യിലില്ല. ആളെ പേഴ്സണലി അറിയുന്ന വ്യക്തികളാണ് ആൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ശ്രീനിയേട്ടൻ്റെ ഭാഗത്തു നിന്നും ദിലീപിന് ഞാൻ കഴിഞ്ഞ ദിവസം റിവ്യൂവിൽ ലാലേട്ടനെന്നും ദിലീപെന്നും പറഞ്ഞ പോലെ ചോദിച്ചു, ദിലീപ് തൻ്റെ കൂടെ പഠിച്ചാണോ? അപ്പോൾ ദിലീപ് ഫാൻസ് ആരോ ചോദിച്ചു എന്നോട്. ഞാൻ നമ്മൾ നോർമലി അങ്ങനെയുള്ള മമ്മൂക്കാന്നും ലാലേട്ടനെന്നും പറയും. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ പേരെടുത്തല്ലേ പറയുക. ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞാണ്. എന്തായാലും ആ കുറച്ച് പേർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കി ഞാൻ ദിലീപ് എന്ന് പറഞ്ഞ് വിളിച്ചത്. ശരി ദിലീപ് ഏട്ടൻ, നിങ്ങൾക്ക് അങ്ങനെയാണ് വിളിക്കാൻ താല്പര്യമെങ്കിൽ ഓക്കെ. അപ്പോൾ ദിലീപേട്ടനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം മഞ്ജു വാര്യർ വരാതിരുന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മഞ്ജു ചേച്ചി വരാതിരുന്നിട്ടുണ്ടാവുക. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അത് മൊത്തത്തിൽ അങ്ങോട്ട് പലരും പറഞ്ഞു വന്നു എന്ന്, പക്ഷേ ഞാൻ കണ്ടില്ലായിരുന്നു വന്നത്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് വന്നിട്ടില്ലായിരുന്നു എന്ന്. എന്തൊക്കെയാണെങ്കിലും ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ തിരക്കുകളുണ്ടായിരിക്കണം. ഇവരൊക്കെ ഒരുപാട് തിരക്കുള്ളവരല്ലേ, തിരക്കുകൊണ്ടായിരിക്കാം. ഇന്ന് വരെയും ആൾക്കാർ വന്നു നമ്മുടെ ശ്രീനിയേട്ടനെ കാണാനായിട്ട്. ലാലേട്ടനൊക്കെ കരയുന്നത് കണ്ടില്ലേ, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ലാലേട്ടനൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കരയുന്നൊക്കെ കണ്ടപ്പോൾ ഭയങ്കര മമ്മൂക്ക കരയുന്ന കണ്ടപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അത്രത്തോളം ശ്രീനിയേട്ടൻ ഇവരുടെയൊക്കെ മനസ്സിൽ ആഴത്തിലുണ്ട്. എന്തായാലും ആ ഒരു വിടപറിച്ചിൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. വയ്യാണ്ടൊക്കെ കിടക്കുമായിരുന്നു, ശരിയാണ്, നമുക്കറിയാം വയ്യാണ്ട് കിടക്കുമായിരുന്നു. വയ്യാതെ കിടക്കുമല്ല, വയ്യാത്തൊരവസ്ഥയിലായിരുന്നു, റിക്കവർ ചെയ്ത് വരുമായിരുന്നു. എങ്കിലും ആ ഒരു കുടുംബം എന്ന് പറയുന്നത് ഇവർ 4 പേരും കൂടി ചേർന്നാണ്. ആ 4 പേരിൽ ഒരാൾ പോകുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അത് ധ്യാൻ എന്ന് പറയുന്ന വ്യക്തി അത്രത്തോളം തൻ്റെ കുടുംബത്തെ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തൻ്റെ ഇൻ്റർവ്യൂയിലൂടെ. അതുകൊണ്ടായിരിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ബമ്പബ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ബമ്പബ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ കുറച്ച് നാളുകളായി ദിലീപേട്ടൻ ഇല്ലാത്തൊരു സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് പലരും കയറി വന്നു, എസ്പെഷ്യലി പൃഥ്വിരാജ് ആളുടെ ഒരു ടൈം ആയിരുന്നു അത്. വിനീതാണെങ്കിലും ഒരുപാട് പടങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു, വിനീത് ശ്രീനിവാസനൊക്കെ. പക്ഷേ അങ്ങോട്ട് ഇതായില്ല. എനിക്ക് തോന്നുന്നു ദിലീപും വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനൊക്കെ കൂടി ചേർന്ന് ഇനിയുള്ള സിനിമ ഇനിയുള്ള കാലങ്ങളിൽ
സിനിമ ലോകം പിടിച്ചെടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരു പക്ഷേ ദിലീപിനെ അറിയാം, അല്ലെങ്കിൽ ദിലീപേട്ടനെ അറിയാം എങ്ങനെയാണ് ആ സിനിമാ ലോകം പിടിച്ചെടുക്കേണ്ടത്. ഒരു സമയത്ത് സിനിമാ ലോകം ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഹൈപ്പിൽ നിന്ന ഒരാളാണ്. അപ്പോൾ ആൾക്കറിയാം എവിടെ പിടിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത്. ഒരു പക്ഷേ ആ ഒരു കോംബോ വർക്കൗട്ട് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നു. എനിക്ക് ഇന്നലെ മരണാന്തര ചടങ്ങിലൊക്കെ ദിലീപേട്ടൻ അവിടെ ഒരുപാട് ടൈം ഇരിക്കുന്ന, വീട്ടിലാണെങ്കിലും ടൗൺ ഹാളിലേക്ക് മാറ്റിയപ്പോൾ അവിടെ ആണെങ്കിലും പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന വീട്ടിലാണെങ്കിലും ഫുൾ ടൈം അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്ത ഒരാൾ തനിക്കൊരു മോശം കാലം വന്നപ്പോൾ, ഞാൻ ഇപ്പോഴും പറയുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. കോടതി പറയുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇനി മേൽക്കോടതികളുണ്ട്, അതിൽ നിന്നും സത്യാവസ്ഥ എന്താണ് പുറത്ത് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. എന്തായാലും നിലവിൽ കുറ്റക്കാരനല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കാം ദിലീപേട്ടനെ അത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്യും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ദിലീപേട്ടൻ ഓരോരുത്തർ പോകുമ്പോൾ ഓരോ അമ്മമാരും അമ്മൂമ്മമാരും ഒരുപാട് പേര് ദിലീപേട്ടനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും ഒക്കെ ഓടി വരാണ്. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ ഇതിന് മുമ്പ് സുരേഷ് ഗോപിയില്ലേ, പുള്ളിക്കാരൻ എവിടെയെങ്കിലും പോകുമ്പോൾ കുട നിർത്തുമ്പോൾ തൊടണ്ട, ആരെങ്കിലും ഒരു പപ്പടം വെച്ചു കൊടുത്താൽ പോലും ആ പപ്പടം ആരും തൊട്ട ഭാഗം എടുത്ത് മാറ്റിയിട്ടേ പുള്ളി കഴിക്കത്തുള്ളൂ. പുള്ളിനാരും തൊടണ്ട, പുള്ളി വീണാലും ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിലും പുള്ളിനാരും സപ്പോർട്ട് ചെയ്യണതോ അല്ലെങ്കിൽ പിടിച്ച് പുള്ളിയുടെ ദേഹത്തോ പുള്ളിയുടെ ഏഴായാലത്തോ ഒരാൾ വരുന്നത് ഇഷ്ടമല്ല. ഇൻ കേസ് ഒരു ഷൈക്കാൻ കൊടുത്താൽ പോലും പുള്ളി അപ്പം തന്നെ പറഞ്ഞിട്ട് വെള്ളം നമ്മുടെ കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കഴുകും. അങ്ങനത്തെ ഒക്കെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരാളാണ് കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മനുഷ്യൻ കാണിക്കുന്നത് കണ്ടോ, കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കും. ഓരോ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമ്മളുള്ള സ്നേഹം കാരണം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കും, നമ്മളെ ഷൈക്കാൻ ചിലപ്പോൾ ഉമ്മയൊക്കെ തന്നിരിക്കും. നമ്മളുള്ള സ്നേഹം കാരണമല്ലേ അതെന്തിനായി ഇങ്ങനെ അറപ്പോട് കൂടിയിട്ട് ഇങ്ങനെ മാറ്റിയൊക്കെ നിർത്തുന്നത്? ഇതൊക്കെ ദിലീപേട്ടനെ കണ്ട് പഠിക്കണം എന്ന് എനിക്ക് തോന്നി എന്ന് കരുതി ഞാൻ ദിലീപേട്ടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ ഞാൻ പറയാം. തെറ്റ് ചെയ്യാത്തവർ ഒരാളും ശിക്ഷിക്കപ്പെടരുത്. എനിക്ക് വിധിപ്പകർപ്പ് കിട്ടിയായിരുന്നു. അത് ഞാൻ എല്ലാവരും പറഞ്ഞ പോലെ അതൊരുപാട് പേജ് ഉണ്ട്. ഞാനത് പകർപ്പ് വായിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അതിന് ഓരോരോ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ വായിച്ച് നോക്കി. പക്ഷേ എനിക്കത് വായിച്ചിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തോന്നിയില്ല പേഴ്സണലി. വേറൊന്നും ഉണ്ടല്ല, അത് വായിക്കുമ്പോൾ നമുക്കിപ്പോൾ പലരും കോടതി വിധിയെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ദിലീപേട്ടനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. നമുക്കത് മൊത്തത്തിൽ അങ്ങോട്ട് വായിക്കുമ്പോൾ കുറ്റം പറയാൻ തോന്നില്ല. സത്യം എന്താ ശരിയാതെന്ന് നമുക്കറിയില്ല. ആ വിധിപ്പകർപ്പ് വായിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി അതാ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഉള്ള വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. വിധിപ്പകർപ്പ് എനിക്ക് കിട്ടി, ഞാൻ വായിക്കുകയും ചെയ്തു. അതിൽ നിന്ന് ഓരോ പർട്ടിക്കുലർ ടോപ്പിക്സ് എടുത്തിട്ട് 1400-1500 പേജസ് ഉണ്ട്. അത് 2-3 ദിവസമായിട്ടൊക്കെയാണ് ഞാൻ വായിച്ച് തീർന്നത്. പക്ഷെ അത് എടുത്തിട്ട് നമുക്കത് ഒരു കണ്ടൻറ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇത് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യേണ്ടത്. പക്ഷെ അത് വായിച്ച ശേഷം എൻ്റെ മൈൻഡിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ഇൻ കേസ് ദിലീപേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പുള്ളിയുടെ 7-8 വർഷമാണ് പോയത്. നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് അതിജീവിതം. ഇതാരും ശരിയായിട്ടുള്ള കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇത്രയും നാൾ ഫൈറ്റ് ചെയ്തത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആൾ ഫൈറ്റ് ചെയ്ത് ആളുടെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, നമ്മളെ ഓരോരുത്തരും നിൽക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ ബഹിഷ്കരിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കുറേ സ്ഥലത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു, സമരം ചെയ്യുന്നു, സംസാരിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബബ്ബ വന്നു, ഫുള്ളായിരുന്നു. എനിക്ക് ഇവിടെ ഒന്നും തിയേറ്ററിലൊന്നും കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് പട്മേല. ഞാൻ പട്മേല പോയ കണ്ടത്, അതും രാവിലത്തെ ഷോ, 8 മണിയുടെ ഷോ എന്ന് ആലോചിക്കണം, രാവിലത്തെ. അപ്പോൾ ഇതേപോലെ ഈ അതിജീവിത ഇതിനിടയിൽ ഈ 7-8 വർഷത്തിനുള്ളിൽ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു. ഒരു 3-4-5 സിനിമയിലെങ്കിലും മിനിമം അഭിനയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സിനിമ നിങ്ങളെല്ലാവരും പോയി അതിജീവിതക്കൊപ്പം എന്ന് പറഞ്ഞ് നിന്നവർ പോയി വിജയിപ്പിച്ചിട്ടുണ്ടോ? എത്ര പേര് വിജയിപ്പിച്ചിട്ടുണ്ട്? എത്ര പേര് ചാൻസ് കൊടുത്തിട്ടുണ്ട്? ഇപ്പം എന്നെ കുറ്റം പറയും, ഇപ്പം നീ ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ സ്ത്രീയാണ്, നിങ്ങൾ സ്ത്രീയാണ്. ഇപ്പം എന്നോട് കുറേ ചേച്ചിമാരാണ് പറയുന്നത്, നീ സ്ത്രീയല്ലേ, മോളെന്തിനും ആ പടം പോയി കണ്ടത്, കാണാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. ശരി, ഞാൻ കാണാൻ പാടില്ലായിരുന്നു നിങ്ങൾ പറയുന്നു. എന്നാൽ അതിജീവിത എന്ന് പറയുന്ന ആ വ്യക്തി ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നിങ്ങൾ വാ, നമുക്ക് എല്ലാ സ്ത്രീകൾക്കും കൂടി പോയി ആ സിനിമ വിജയിപ്പിച്ചു കൊടുക്കാം. എത്ര പേര് വരും? നിങ്ങൾ പറയുന്ന തിയേറ്ററിൽ നമുക്ക് എല്ലാവർക്കും ഫുൾ ഇതാക്കാം. എത്ര പേര് വരും? നിങ്ങൾ ചുമ്മാ വീട്ടിലിരുന്ന് പറയുന്ന എല്ലാവർക്കും പറ്റും. നമ്മൾ ഇറങ്ങി ചെയ്യുമ്പോഴേ അതിൻ്റെ ഇത് മനസ്സിലാവത്തുള്ളൂ.
അതുകൊണ്ട് ബബ്ബ സിനിമ കണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ എന്നോട് പറഞ്ഞ അവർക്കുള്ളൊരു മറുപടിയാണ്, നല്ല സിനിമകളാണെങ്കിൽ ഞാൻ പോയി കാണും. പിന്നെ അതിനകത്ത് കുറേ കാര്യങ്ങൾ പലതും കണക്ട് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ഈ പുറത്തിടുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി എന്തിനാണ് ഇങ്ങനത്തെ ഡയലോഗ് വന്നതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഒരു സെലിബ്രേഷൻ മോഡിൽ മാത്രം പോയി കാണാം. ഒരു ലോജിക്കും ഇല്ലാത്തൊരു പടമാണ്. പക്ഷേ കണ്ടിരിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയില്ല. ആരും പൈസ പോയി എന്നൊന്നും പരാതി പറയത്തില്ല. എനിക്ക് മുതലായിട്ടുണ്ട് പോയത്. അപ്പോൾ പറഞ്ഞു വന്നത് ദുർഗാകൃഷ്ണയുടെ ചിരി. ബിന്നി ചിരിച്ചത് എയറിൽ കയറ്റുന്നുണ്ടെങ്കിൽ ദുർഗാകൃഷ്ണ ചിരിച്ചതും ശരിയല്ല. മരണ വീട്ടിൽ പോയി ചിരിക്കാൻ പാടില്ല എന്നുള്ളൊരു ബേസിക് മര്യാദയെങ്കിലും കാണിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ഇട്ട് കണ്ടതുവരെയൊക്കെ നടക്കും.